കലൂർ സ്റ്റേഡിയം അപകടത്തിൽ സംഘാടകരുടെ മുൻകൂർ ജാമ്യ ഹർജികളിൽ സർക്കാരിന്റെ വിശദീകരണം തേടി ഹൈക്കോടതി. ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കാൻ വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. ഈവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ, മൃദംഗ വിഷൻ ചുമതലക്കാരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷകൾ ഒരുമിച്ച് പരിഗണിക്കും. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഇക്കാര്യത്തിൽ ഹൈക്കോടതി എടുത്ത നിലപാട് എന്താണ്? നിലമായി കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ ഈ സംഘാടകരായിട്ടുള്ള മൃദംഗ വിഷന്റെ ചുമതലക്കാരനായിട്ടുള്ള എം നിഘോഷ് കുമാർ, അതോടൊപ്പം തന്നെ ഈ സ്റ്റേജ് ക്രമീകരിച്ച ഇവന്റ് മാനേജ് കമ്പനിയുടെ ഉടമയായിട്ടുള്ള ജനീഷ്, ഇവരുടെ മുൻകൂർ ജാമ്യ ഹർജികളിലാണ് നിലവിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് സർക്കാരിന്റെ നിലപാട് തേടിയിരിക്കുന്നത്. നിലവിൽ ഇന്ന് ഈ ഹർജികൾ പരിഗണിച്ച സമയത്ത് സർക്കാർ ഹൈക്കോടതിയിൽ വാക്കാൽ ചില മറുപടി നൽകിയിട്ടുണ്ട്. അതായത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഈ പറയുന്ന ആളുകൾക്കെതിരെ, ഹർജിക്കാർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് സർക്കാർ വാക്കാൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് രേഖാമൂലം തന്നെ വെള്ളിയാഴ്ച ഹൈക്കോടതി അറിയിക്കുകയും ചെയ്യും. വെള്ളിയാഴ്ച ഈ രണ്ട് ഹർജികളും ഒരുമിച്ച് തന്നെയായിരിക്കും ഹൈക്കോടതി പരിഗണിക്കുക. നിലവിൽ ഈ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ചുമത്തിയിട്ടുള്ളത്. BNS-ലെ 125B, 120 അടക്കമുള്ള വകുപ്പുകൾ, അതായത് മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഈ മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് ഇരുവരും ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച ഈ സ്റ്റേജ് ഒരുക്കുന്നതിൽ അടക്കം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ നടന്നു പോകുന്ന വഴിയോ അല്ലെങ്കിൽ സുരക്ഷാ ബാരിക്കേഡോ ഈ താൽക്കാലിക സ്റ്റേജ് സംവിധാനം ഒരുക്കിയിട്ടില്ല. ഇത് അപകടത്തിന് കാരണമായി എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. എന്തായാലും മുൻകൂർ ജാമ്യം ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. എന്തായാലും സർക്കാരിന്റെ നിലപാട് കൂടി അറിഞ്ഞതിന് ശേഷമായിരിക്കും സ്വാഭാവികമായിട്ടും ഹൈക്കോടതി ഈ ഹർജിയിന്മേൽ ഒരു തീർപ്പുണ്ടാകുക. എന്തായാലും ഈ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണെന്നുള്ളത് ഹൈക്കോടതിയിൽ രേഖാമൂലം തന്നെ ഈ വെള്ളിയാഴ്ച, ഈ ഹർജി പരിഗണിക്കുന്ന വെള്ളിയാഴ്ച സർക്കാർ ഔദ്യോഗികമായിട്ട് രേഖാമൂലം അറിയിക്കുക തന്നെ ചെയ്യും. നിലിമ. ശരി, രേഷ്മയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.